ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം കൊലോസ്യ ലേഖനം 2:14. അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. 1 പത്രോസ് 2:26 പറയുന്നു, നാം പാപസംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കി. നമ്മുടെ പാപങ്ങളും ദൈവനിയമത്തിൻ്റെ ലംഘനങ്ങളും കർത്താവ് ക്രൂശുമരണത്തിലൂടെ റദ്ദാക്കി. ദൈവത്തിൻ്റെ നിയമങ്ങൾ നമുക്കെതിരല്ല, നമ്മുടെ പാപമാണ് നമുക്കെതിരായത്. ദൈവത്തിൻ്റെ കൈകൊണ്ട് കൽപ്പനകൾ എഴുതിയ നിയമം കുറ്റമറ്റ മനുഷ്യനിൽ നിന്ന് കുറ്റമറ്റ പൂർണ്ണത ആവശ്യപ്പെടുന്നു. നിയമം പാലിക്കപ്പെടുവാൻ കഴിയാത്തതുകൊണ്ട് അതേ നിയമം മനുഷ്യരാശിയിലെ എല്ലാ അംഗങ്ങളെയും കുറ്റപ്പെടുത്തുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. നാം ഓരോരുത്തരും ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്ന കടത്തിൻ്റെ സാക്ഷ്യപത്രമാണ് നിയമം. ദൈവം ആവശ്യപ്പെടുന്ന നിലവാരത്തിൽ ജീവിക്കുവാൻ മനുഷ്യർക്ക് കഴിയുന്നില്ല. നിയമം പാലിക്കപ്പെടുവാൻ കഴിയാതിരുന്നത് മുഖാന്തരം നമുക്കെതിരായി കൽപ്പനകൾ അടങ്ങുന്ന കയ്യെഴുത്ത് യേശുക്രിസ്തു മായിച്ചു കളഞ്ഞു. നമ്മുടെ ജീവിതകാലത്ത് നമ്മിലുണ്ടായ പാപപ്രവൃത്തികൾക്കും പാരമ്പര്യമായി ലഭിച്ച പാപപ്രവർത്തികൾക്കും യേശുക്രിസ്തു സമ്പൂർണ്ണമായി യാഗമായി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും എതിരായ കുറ്റാരോപണങ്ങളുടെ രേഖയെ റദ്ദാക്കുകയും അതിനെ ക്രൂശിൽ തറയ്ക്കുകയും ചെയ്തു. നമുക്ക് പാപം മൂലം ലഭിക്കേണ്ട അർഹമായ ശിക്ഷ റദ്ദാക്കപ്പെട്ടു. യേശുക്രിസ്തുവാണ് അതിന് വില നൽകിയത്. വീണുപോയ മനുഷ്യൻ്റെ പാപം ക്രൂശിൽ എന്നേക്കും വിധിക്കപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തു നമ്മുടെ പാപത്തിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങി മരണശിക്ഷയ്ക്ക് അർഹമായ ശിക്ഷ എന്നേക്ക് നീക്കിക്കളഞ്ഞതിനാൽ ഓരോ വ്യക്തിയും രക്ഷകന്റെ ആവശ്യകത മനസ്സിലാക്കുകയും കർത്താവായ യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യേണ്ടതാകുന്നു. ഈ സത്യം മനസ്സിലാക്കാതെ അന്ധത ബാധിച്ചിരിക്കുന്ന ഏവരെയും രക്ഷയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. God bless us all.